ഇന്ന് നമ്മൾ ചെറിയൊരു മീൻകറി ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. മീൻകറി ലേശം സ്പെഷ്യലാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണ്ടി. അപ്പം എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ച് അതിലേക്ക് ലേശം ഉലുവ ഇട്ട്, ഉലുവ നല്ലോണം പൊട്ടി വരണം കേട്ടോ. പൊട്ടി വന്ന ഉലുവയിലേക്ക് നമ്മൾ വല്യുള്ളി ഇട്ടെടുത്ത്, നമ്മളാദ്യം ഇഞ്ചി വെളുത്തുള്ളി ആ പരിപാടി ഒന്നും കേട്ടോ, ആദ്യം വല്യുള്ളിയാണ് കേട്ടോ. വല്യുള്ളി ഇട്ടതിന് ശേഷം വല്യുള്ളി നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. പിന്നെ കട്ടിങ്ങിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. വലുപ്പത്തിലും ചെറുപ്പത്തിലും എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തോ. സംഗതി ലേശം ഉടഞ്ഞ് കിട്ടണമെങ്കിൽ നല്ലോണം വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ടത് മാത്രം. അങ്ങനെ ലേശം തക്കാളി ഇട്ടെടുക്കുക. തക്കാളിയും വല്യുള്ളി നമ്മൾ കുറേ നേരം ഇളക്കി അങ്ങോട്ട് വാട്ടിയെടുക്കണം. പിന്നെ ഷെഫ് അങ്ങോട്ട് മാറി നിന്ന സമയത്ത് ഷെഫിനൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത്. പക്ഷെ ഇഞ്ചി ഇളക്കൽ അത്ര ഇഷ്ടപ്പെടില്ല, കണ്ടല്ലോ. ഷെഫ് കറക്റ്റ് സമയത്ത് വന്നു. ഷെഫിൻ്റെതായ രീതിയുണ്ട്. മൂപ്പര് ഫുള്ള് വാരി കൂട്ടി പിന്നെ ചെക്കി പെറുക്കി ആ രീതിയിലൊക്കെയാണ് മൂപ്പര് ഇളക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് ഇട്ടോളി. ഫസ്റ്റ് തന്നെ നമ്മളൊരു മിക്സ് ഓഫ് സ്പൈസസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം, അത് ഓപ്ഷനാണ്, നിങ്ങൾ വിട്ടേക്കൂ. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ടുള്ള ഫിഷ് മസാലപ്പൊടി, മല്ലിപ്പൊടി, അതിനുശേഷം ലേശം മുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ലേശം സുർക്ക ഒഴിച്ചെടുക്കുക. സുർക്ക ഒരു വിനാഗിരി എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. പക്ഷെ ഈ മീൻ കറിയിലേക്ക് ഈ സാധനം ഒഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക, ലേശം കുരുമുളക് പൊടി കൂടി ഇട്ടെടുക്കുക. ഈ സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മസാല വാട്ടി എല്ലാത്തിനും യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ സാധനം ഇട്ടിട്ടില്ല, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇടുന്നത്. ക്യാപ്സിക്കം പച്ചമുളകിൻ്റെ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ക്യാപ്സിക്കത്തിൻ്റെ നല്ല രസമാണ് കേട്ടോ വാടിക്കഴിഞ്ഞാൽ. ഇതെന്താ സാധനം? ഇതെന്താ? വെളുത്തുള്ളി, ഇഞ്ചി, വല്യുള്ളി, തക്കാളി, ഈ സാധനങ്ങളാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരച്ചെടുത്തിരിക്കുന്നതിൻ്റെ കാരണം ആ ഒരു ഫ്ലേവർ കറിയിൽ കറക്റ്റായിട്ട് കിട്ടാനും കറി കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലൂടെ കിട്ടും. ശരിക്കും കറി വെള്ളത്തിനെക്കാട്ടും കുറച്ച് ടൈറ്റായിട്ട് കിട്ടുമ്പോഴാണ് കറി കൂട്ടാനും ശരിക്കും രസം. ഷെഫിനെ സഹായിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ലേശം ഇളക്കി മിക്സാക്കിയതൊക്കെ സഹായിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഷെഫിനത് അത്ര ഇഷ്ടപ്പെടില്ല, കാരണം ഷെഫ് ഇളക്കിയാൽ മാത്രമേ ഷെഫിൻ്റെ കറി രസം ഉണ്ടാവുമെന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി നമ്മൾ ആ അരപ്പിൻ്റെ ജാറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. കാരണം ആ ജാറിലുള്ള സാധനം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓവറായിട്ട് വെള്ളം ഒന്നും വയ്ക്കുന്നില്ല, ആവശ്യത്തിന് വെള്ളം മസാലയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഫിഷ് കറി ആയതുകൊണ്ട് തന്നെ ഫിഷിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ലേശം കൂടി ഉപ്പിട്ടെടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഞങ്ങൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലേശം ഗരം മസാലപ്പൊടിയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിലേറെ സ്പൈസസൊക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണ മീൻ അല്ലെ നെയ്മീൻ എന്നൊക്കെ പറയും, ആ ഫിഷിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ടുണ്ടാക്കിക്കോളി, പക്ഷെ ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കൂട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി അതൊന്നും വേറെ ഉണ്ട് കേട്ടോ. കാരണം ഷെഫിൻ്റെ കറിയൊക്കെ ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ മീൻ നല്ല രീതിയിൽ ഉടഞ്ഞു പോകാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കി മീൻ വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കണം കേട്ടോ. മീൻ ഏകദേശം വെള്ളത്തിനിടയിൽ താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. കണ്ടോ, ഏകദേശം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം മൂടി വെച്ച് നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങാം. അപ്പോൾ ഏകദേശം നമ്മൾ കറിത നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സ്റ്റൗ ചൂടാക്കിയതിലേക്ക് പാൻ വെച്ച് നമ്മൾ വറവിടുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ഈ കറിയിൽ. അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് ലേശം ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ ഓവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ ആവശ്യത്തിലധികം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലേശത്തൊടി എനിക്ക് ഉലുവനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഷെഫിന് ഭയങ്കര നിർബന്ധമാണ്. ഉലുവയിൽ എന്തോ ഫ്ലേവറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സംഭവം കറി അടിപൊളി ഉണ്ടായിരുന്നു, സത്യമായിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി നല്ല മുരിഞ്ഞ രീതിയിലാകുമ്പോൾ നമ്മൾ കുറച്ച് കഴുകി കറിവേപ്പില, നനഞ്ഞ കറിവേപ്പില ചട്ടിയിലേക്ക് ഇടുമ്പോഴത്തേക്കും പൊട്ടിത്തട്ടുന്ന ഞാൻ ലേശം ദൂരോട്ട് നിൽക്കുക. വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കറി വീണ്ടും ഗ്യാസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് നല്ലോണം തിളപ്പിക്കുക. കറിയൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കൽ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം ആദ്യം കറി വെച്ച് കറി ലേശം ഇരുന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കറി വെച്ച് ലേശം കറി മൂടി വെച്ചാൽ അത് സെറ്റാവില്ല. അതിനുശേഷം നമ്മളിതാ താളിപ്പ് അതിലേക്ക് വെച്ചെടുക്കണം. താളിപ്പ് ഞങ്ങൾ വറവിടാന്നൊക്കെ പറയും. അപ്പോൾ ഈ താളിപ്പ് കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കറി നല്ല രീതിയിൽ മൂടി വെക്കുക. അങ്ങനെ ലേശം കുത്തിനോട്ടെ സംഭവം.
എന്നാൽ പിന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളൂ. ഇനി വേറെ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനല്ലോ കേട്ടോ. നിങ്ങൾ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. സോറി, അതിൻ്റെ അടുത്ത് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി നല്ല രസമുണ്ടാവും കേട്ടോ. നമ്മളിതിൽ അത്ര എക്സ്പേർട്ട് അല്ലാണ്ട് കാര്യങ്ങളൊന്നും അത്ര ഓർമ്മയില്ല. നമ്മളിങ്ങനെ നോക്കുക തിന്നുക എന്നുള്ളത് മാത്രമാണ്. ഷെഫിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പാത്രം കൂടി കഴുകി ക്ലീൻ ആക്കി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. നമുക്ക് വായിക്ക് രുചിയായിട്ട് നല്ല തിന്നുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാ നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാസ്മതി റൈസിൻ്റെ ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാകുമ്പം വേഗം വറ്റിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ. ഓവർ നേരം ചോറിന് വേണ്ടി കാത്തിക്കണ്ട. പിന്നെ കുറച്ച് യോഗേർട്ട് ഉണ്ടായിരുന്നു. അതിലേക്ക് ലേശം ഗരം മസാലപ്പൊടിയും കുറച്ച് വെജീസും മിക്സ് ചെയ്തു. പിന്നെ ഇതൊരു നല്ല അടിപൊളി അച്ചാറാണ്. നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരാൾ വന്നപ്പോൾ കിട്ടിയാറുണ്ടോ അച്ചാറിന് പ്രൊമോഷൻ കൊടുക്കുക. അത്രയും ടേസ്റ്റുള്ള ഒരു അച്ചാർ. പിന്നെ അതാ കുറച്ച് വെണ്ടക്കുപ്പേരിയുണ്ട്. ഇതാണ് നമ്മളെ കറി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതാ ഒരു പീസും പ്ലേറ്റിലേക്കിട്ട് പോകണം. പിന്നെ ഷെഫ് എന്തായാലും ഊട്ടിത്തരും. നമ്മൾ കയ്യിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പിന്നെ ഞങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമുക്ക് ബൈ.